ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ വെച്ചുള്ള ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് വളരെ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിനെ വളരെ സമർത്ഥമായി തന്നെ നേരിടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് 36 കേന്ദ്രങ്ങൾ, അതിൽ തന്നെ 4 വ്യോമത്താവളങ്ങളുണ്ട്. അതിൽ തന്നെ നേരത്തെ നമ്മൾ പലപ്പോഴായി പറഞ്ഞ പോലെ എയർ ഡിഫൻസ് സംവിധാനം ഉപയോഗിച്ച്, റഡാർ സംവിധാനം ഉപയോഗിച്ചാണ് ഇവയെ നിഷ്ക്രിയമാക്കിയത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും ഈ വ്യോമത്താവളങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. മാത്രമല്ല, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ കേന്ദ്രങ്ങൾക്ക് സമീപവും ഇത്തരത്തിൽ AD റഡാർ സംവിധാനം ഏർപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായാണ് ഇത്രയധികം ഡ്രോണുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത്. അതിൽ തന്നെ പ്രധാനമായും പാകിസ്ഥാൻ മറ്റ് ചില നീക്കങ്ങൾ കൂടി നടത്തിയിരുന്നു. അതാണ് ദമാമിൽ നേരത്തെ ബിനീഷ് സൂചിപ്പിച്ച പോലെ ലാഹോറിലേക്ക് ഒരു വിമാനം പറന്നു വന്നിരുന്നു. സ്വാഭാവികമായും ആ ഒരു യാത്രാ വിമാനം ഈ തരത്തിൽ ഡ്രോൺ ആക്രമണത്തിന്റെ ഇടയിലൂടെ പോകുമ്പോൾ ഏത് തരത്തിൽ ഇന്ത്യ പ്രതികരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. സ്വാഭാവികമായും ഇന്ത്യൻ പ്രതികരണത്തിന്റെ ഭാഗമായി ആ വിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് പാകിസ്ഥാന്റെ യാത്രാ വിമാനത്തെ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്ക് ഒരു നീക്കം കൊണ്ടുവരാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നു. പക്ഷേ അതടക്കം തന്നെ വളരെ സമർത്ഥമായി തന്നെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ഈ തിരിച്ചടിക്ക് തന്നെ നീക്കം തുടങ്ങിയതും പദ്ധതി ഇട്ടതെന്ന് മനസ്സിലാക്കുന്നത്.